ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി എസ് വേൾഡ്. അപ്പോൾ ഡിഗ്രി പ്രിലിംസിൻ്റെ തേർഡ് സ്റ്റേജിന് ഇനി അധിക ദിവസങ്ങളൊന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് 2 സ്റ്റേജസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ടിട്ടുള്ള നമുക്ക് തേർഡ് സ്റ്റേജ് ഇന്ന രീതിയിലായിരിക്കും അല്ലെങ്കിൽ ഇന്നതിൽ നിന്നായിരിക്കും കൂടുതൽ ചോദിക്കുക എന്നുള്ളത് എക്സാക്റ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. കാരണം നമ്മളോടിപ്പോൾ പറയുന്ന സിലബസിലെ ഓരോ കാര്യങ്ങളും അതുപോലെ തന്നെ അവരെടുത്ത് ചോദിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജിലെ കോൺസ്റ്റിറ്റ്യൂഷൻ അവർ സ്കിപ്പ് ചെയ്തു, പക്ഷേ സെക്കൻഡ് സ്റ്റേജിൽ എന്ത് ചെയ്തു, അതിൽ നിന്ന് വളഞ്ഞു മൂക്കുടിക്കുന്ന രീതിയിലുള്ള കുറച്ച് ചോദ്യങ്ങളും ചോദിച്ചു അല്ലേ. അപ്പോൾ നമുക്കൊരിക്കലും ഇന്നത് എന്നുള്ള രീതിയിൽ എക്സാക്റ്റ് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ഒരു പ്രിലിംസ് പാസ്സാകാൻ വേണ്ട പോർഷൻസ് ഉണ്ടാവുമല്ലോ, കുറച്ച് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുവരുന്ന ഏരിയാസ് ഉണ്ടാവുമല്ലോ, അത് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് നമുക്കാകെ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, കാരണം ഒരു മെയിൻസ് ലെവലിലോട്ട് എത്തുമ്പോൾ നമ്മൾ അതിൻ്റെ മേജർ പോർഷൻസും കവർ ചെയ്യാൻ നിൽക്കും. കാരണം മെയിൻസ് ആണ്, അതിൻ്റേതായ പ്രാധാന്യമുണ്ട്, നമുക്ക് ടോപ്പ് റാങ്കിൽ എത്തണം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. പക്ഷേ പ്രിലിംസ് എന്ന് പറയുന്നത് ജസ്റ്റ് ആ ഒരു കട്ട് ഓഫ് മറികടക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നും കൂടി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് നോക്കിയിട്ട് ഞാൻ 2-3 തവണ നോക്കി. ഇനി ഒരു തേർഡ് സ്റ്റേജിൽ നമുക്ക് കൂടുതലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയാസും ഇപ്പോൾ ഞാൻ ആദ്യമേ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞ ഏരിയാസിൽ നിന്ന് 2ലും ചോദിച്ചിട്ടുണ്ട്, എല്ലാം പറഞ്ഞതിൽ ചോദിച്ചിട്ടുണ്ട്, ഓരോ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട്. അപ്പോൾ ഈ ഒരു തേർഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ നമുക്ക് മോസ്റ്റ്ലി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ പറയാൻ ഒന്നും കൂടി ഞാനൊന്ന് നോക്കിയിട്ട് പറയാമെന്ന് വെച്ചിട്ടാണ്. നമുക്ക് ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ക്വിക്ക് റിവ്യൂ എന്നുള്ള രീതിയിൽ പറയാം എന്നുള്ളത് ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. ഒന്നും കൂടെ ഒന്ന് നോക്കട്ടെ. കാരണം എന്താ വെച്ചാൽ പറയുമ്പോൾ നമ്മൾ അതിനൊരു കൃത്യത വേണമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആഗ്രഹിക്കാം ഇന്നതൊക്കെ വരണം എന്നുള്ള രീതിയിൽ, പക്ഷേ അതുപോലെ തന്നെ നടക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. അപ്പോൾ ഇന്നും ഈ പറയുന്ന തേർഡ് സ്റ്റേജിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഹെൽപ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. അത് എന്താണെന്ന് പറയുന്നതിന് മുൻപ് ഞാനൊരു കാര്യം പറയാം. ദർ ഇസ് എ സെയിങ്, എക്സാംസ് ആർ നോട്ട് അബൌട്ട് ഹൂസ് ദി ബെസ്റ്റ് ബട്ട് അബൌട്ട് ഹൂ ക്യാൻ ഹാൻഡിൽ ദി പ്രഷർ ബെസ്റ്റ്. അതായത് ആരാണ് ഏറ്റവും മികച്ചത് എന്നുള്ളതിന് അറിയാൻ വേണ്ടിയിട്ടല്ല ഈ പറയുന്ന പരീക്ഷകളൊക്കെ, പക്ഷേ ആർക്കൊക്കെയാണ് എക്സാമിൻ്റെ പ്രഷർ നല്ലവണ്ണം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഏറ്റവും മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യം. ഓക്കെ, നമുക്ക് എത്രയൊക്കെ നമ്മൾ പഠിച്ചു, മാക്സിമം കാര്യങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രാസ്പ് ചെയ്തിട്ടുണ്ട്, സെറ്റാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ആ എക്സാം പ്രഷർ ഭയങ്കരമായിട്ട് നമ്മളെ ബാധിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന കാര്യങ്ങളും കൂടി നമ്മൾ എക്സാം ഹാളിൽ എന്ത് ചെയ്യും, തെറ്റിക്കും. അത് ഒബ്വിയസ് ആണ്. അത് നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് ആ ഒരു സമയത്ത് നമ്മളുടെ മൈൻഡിൽ വരുന്ന കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിൽ കൃത്യമായിട്ട് ഒരു ആൻസർ പിക്ക് ചെയ്തെടുത്ത് നമുക്ക് പറഞ്ഞു തരാൻ പറ്റണ്ടേ. അതിന് പറ്റാതെ വരുന്നതിൻ്റെ മേജർ കാര്യം എന്താണ്, ഈ പറയുന്ന ടെൻഷൻ, ആ ഒരു പ്രഷറാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൂളായിട്ട് തന്നെ ഇരിക്കുക. ഞാൻ എപ്പോഴും പറയുന്നു, അത് ഞാൻ പറയുന്നതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. അത് കൂടുതലും ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്നതിൻ്റെ കാരണം ഈ പറയുന്ന സംഭവം മൂലം നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ തെറ്റിക്കും. ഏറ്റവും പാടുള്ളത് വേണമെങ്കിൽ ഈസി ആയിട്ട് നമ്മൾ സ്കോർ ചെയ്യാൻ ചെയ്യും. ഓക്കെ, പക്ഷേ അറിയാവുന്നത് തെറ്റിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വരുന്നതും നമ്മൾ ആകെ ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിലോട്ട് പോകുന്നതും ഈ അറിയാവുന്നത് തെറ്റിക്കുമ്പോഴായിരിക്കും. ഓക്കെ, ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വെറുതെ ചിന്തിച്ച് കൂട്ടി അങ്ങോട്ട് ഓവർ തിങ്ക് ചെയ്ത് അങ്ങോട്ട് കൊളാക്കി വയ്ക്കും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, എക്സാം പ്രഷറിനെ നിങ്ങൾക്ക് നല്ലവണ്ണം ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അതിനെ നല്ല രീതിയിൽ ഫേസ് ദ ബാറ്റിൽ എന്നൊക്കെ പറയുന്ന പോലെ ഇതൊരു ബാറ്റിൽ തന്നെയാണ് അല്ലേ. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനുള്ളതാണ് നമ്മളുടെ അടുത്തൊരു സ്റ്റെപ്പ്. അതായത് നമ്മളുടെ ഒരു ഡ്രീം ജോബിലേക്കുള്ള ഒരു സ്റ്റെപ്പ്. ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് നമുക്ക് തേർഡ് സ്റ്റേജ് ഫസ്റ്റ് പ്രിലിംസ് എഴുതുന്നവരെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് സ്റ്റെപ്പാണത്. സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും ക്രാക്ക് ചെയ്തേ പറ്റും. സോ നമ്മളുടെ ആവശ്യമാണ് തീർച്ചയായിട്ടും ദൈവാനുഗ്രഹവും നമ്മളുടെ മനസാന്നിധ്യവും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ അധികം സ്ട്രെസ്സസോ ടെൻഷൻസോ അങ്ങനത്തെ ഒന്നുമില്ലാതെ നല്ല രീതിയിൽ നിങ്ങൾക്കത് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ബുദ്ധിപരമായി കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രിലിംസ് കടക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ആർട്സ് മേഖലയിൽ നിന്ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഭാഗം ഞാൻ മുൻപത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ 10 മാർക്സ് ആണ് അതിൽ നിന്നുള്ളത്. ഇതിൽ എന്ത് വേണമെങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോസുകളിലായിട്ട് ഞാൻ സ്പോർട്സിൽ റിലേറ്റഡ് ആയിട്ടും ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ട് കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് ഇതിൽ ഇപ്പോൾ നമുക്ക് സിലബസിൽ തന്നിട്ടുള്ള എല്ലാ പോർഷനിൽ നിന്നും നുള്ളിപ്പറക്കി എടുത്ത് സെറ്റാക്കി വരുമ്പോഴത്തേക്ക് ഒരു ബുക്ക് തന്നെ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തിട്ടാണെങ്കിൽ ഒരു ഉത്തരത്തിലോട്ട് എത്താൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പഠിക്കുക. ഓക്കെ, നമുക്ക് എല്ലാ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളും ബൈ ഹാർട്ട് പഠിക്കാൻ പറ്റണമെന്നില്ല. പക്ഷേ നമ്മൾ കേട്ട് പഠിച്ച് അറിഞ്ഞ കുറച്ച് കാര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് വൈസോ അല്ലാതെ ഇപ്പോൾ ഓപ്ഷൻസിൽ തന്നത് വെച്ചിട്ടോ ഒക്കെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്ത് ഉത്തരത്തിലോട്ട് എത്താൻ പറ്റും. ഓക്കെ, അത് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ്റെ ഉത്തരം അറിയണമെന്നുണ്ടാവില്ല, പക്ഷേ നമ്മൾ എന്ത് ചെയ്യും, അതൊരു ഓപ്ഷൻസ് നോക്കും. ആ ഓപ്ഷൻസിൽ കേട്ടിരിക്കുന്ന ആരും തന്നെ ഇതുമായിട്ട് ബന്ധം വരാൻ യാതൊരു സാധ്യതയില്ലാത്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഉത്തരത്തിലോട്ട് എത്താൻ പറ്റില്ലേ. അങ്ങനത്തെ ചില ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ഉണ്ട്. പക്ഷേ അത് കൃത്യമായി കണ്ടെത്തി അറിഞ്ഞ് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. അപ്പോൾ ഈ ആർട്സ് എന്ന് പറയുന്ന മേഖല ഇത്തിരി വാസ്റ്റാണ്. നമുക്ക് എല്ലാം ആർട്സ് എന്ന് പറയുന്നതിൽ എല്ലാം വരും അല്ലേ. കല എന്ന് പറയുന്നതിൽ നൃത്തം, അതുപോലെ അഭിനയം, എല്ലാം വരും. അപ്പോൾ നിങ്ങൾ ഈ കലകളിൽ കൂടുതലും ഞാനിപ്പോൾ ശ്രദ്ധിക്കാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. നിങ്ങളത് സ്പെഷ്യലായിട്ടൊന്ന് നോക്കുക. യുനെസ്കോ പൈതൃക പട്ടികയിൽ അംഗീകരിക്കപ്പെട്ട കലകളുണ്ട് കേരളത്തിന്. ആദ്യം കൂടിയാട്ടം, പിന്നെ മുടിയേറ്റ്, ഇതൊക്കെ ഉണ്ടല്ലോ. ഇവയെക്കുറിച്ച് അത്യാവശ്യം നിങ്ങളൊന്ന് നോക്കണം. ഓക്കെ, കൂടിയാട്ടവും മുടിയേറ്റും അതുപോലെ തന്നെ
കഥകളിയായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഇത് ഞാൻ പല പേപ്പേഴ്സുകളിലായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മൊത്തത്തിൽ ഒരൊറ്റ സംഭവത്തിൽ എന്താണ് ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം നിങ്ങൾ അതൊന്ന് വായിച്ച് മനസ്സിലാക്കണം. ഒന്നുമില്ല, ഇത് എന്നാണ് യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയത്, പിന്നെ ഈ ഒരു കലാരൂപത്തിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ എന്തൊക്കെയാണ്, ഇതിൽ ഫേമസ് ആയിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണ് എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാൻ ഈ കലകൾ. അപ്പോൾ കൂടിയാട്ടം, മുടിയേറ്റ് കഥകളി ഞാൻ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞാണ്. പിന്നെ പടയണിയും കൂടെ നോക്കുന്നത് നല്ലതാണ്. ഓക്കെ, പടയണിയും കൂടെ ഇത്രയും അത്യാവശ്യം ചോദിച്ച് കണ്ടിട്ടുണ്ട്. കല എന്നുള്ളൊരു ഭാഗത്ത് നിന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു എല്ലാ ഇതിലും നമുക്ക് എന്താണ് പല കലാരൂപങ്ങളുണ്ട്, നമുക്ക് എല്ലാം കൂടെ പഠിക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ഇനി ഒരു കലാരൂപം കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്, തെയ്യം. ഒരിടയ്ക്ക് സ്പെസിഫിക് ആയിട്ട് തെയ്യം, പല ടൈപ്പ് തെയ്യങ്ങളുണ്ട്. ഈ സ്പെസിഫിക് ആയിട്ട് ഒരു ഇതിവൃത്തം തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് തെയ്യമാണ് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തെയ്യം എന്ന് പറയുന്ന ഒരു കലാരൂപം, അതുമായിട്ട് പല തരത്തിലുള്ള തെയ്യങ്ങളുണ്ട്, അതും ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ് ഈ ഒരു ടൈമിൽ. നമുക്ക് പറയാൻ പറ്റില്ല, പറഞ്ഞല്ലോ ഞാൻ ഏതിൽ നിന്ന് ചോദിക്കും എന്നുള്ളതൊന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനെ കാര്യമായിട്ട്. ആ ഒരു എന്താണ് അവരൊരു 3 സെറ്റ് ഇപ്പോൾ ഏതെങ്കിലും റാൻഡമായിട്ട് എടുത്തിട്ടായിരിക്കും അവർ ക്വസ്റ്റ്യൻ പേപ്പർ ചിലപ്പോൾ ഇതാക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മളുടെ ഇതിന് ഇതൊക്കെ ചോദിച്ചാലോ, അപ്പോൾ ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ ക്ലാസിക് നൃത്തരൂപങ്ങൾ, ഇതൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം ചിലപ്പോൾ 10th ലെവലിനൊക്കെ അതും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആർട്സിലപ്പോൾ ഞാൻ സ്പെസിഫിക് ആയിട്ട് എടുത്തിട്ടുള്ളത് ഏതൊക്കെയാണ് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് സെക്കൻഡ് സ്റ്റേജിലൊക്കെ ചോദിച്ചിരുന്നു മലയാളത്തിലെ ശബ്ദചിത്രം അല്ലെ, ശബ്ദചിത്രത്തിൻ്റെ തിരക്കഥാകൃത്ത് ഏതാണെന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ആക്ച്വലി ഐ തിങ്ക് അസിസ്റ്റന്റ് മാനേജറിൻ്റെ മെയിൻസിനൊക്കെ ഉണ്ടായിരുന്നതാണ്. അതായത് ഈ മലയാളത്തിലെ ആദ്യ സിനിമ, ശബ്ദചിത്രം, ഇതിൻ്റെയൊക്കെ തിരക്കഥാകൃത്തും സംവിധായകൻ അങ്ങനത്തെ രീതിയിലാണ് ചോദിച്ചു കണ്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സംഭവങ്ങളുടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. എല്ലാം അല്ല, ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കുറേ പറയാൻ പറ്റും. ആദ്യത്തെ 3D ചിത്രം, മറ്റേ എന്താ പറയുക, പലതരത്തിൽ ഇപ്പോൾ ഒരു ടെക്നോളജിയൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ചിത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ എടുത്തെടുത്ത് സ്പെസിഫിക് ആയിട്ട് പറയാം. പക്ഷേ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് കുറച്ചധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ള സംഭവങ്ങളിൽ നിന്നാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. മേ ബി ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ മലയാളത്തിലെ ആദ്യ ചിത്രം നമുക്കറിയാം വിഗതകുമാരനാണ്. അത് JC ഡാനിയലിൻ്റെയാണ്, അദ്ദേഹം തന്നെയാണ് നിർമ്മിച്ചതും സംവിധാനം ചെയ്തതും. അത് ഞാൻ ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രം ബാലനാണ്. അതിന് പ്രൊഡ്യൂസർ TR സുന്ദരവും സംവിധാനം S നൊട്ടാണിയുമാണ്. അതുപോലെ തിരക്കഥ ഗാനരചന മുതുകുളം രാഘവൻ പിള്ളയാണ്. ഇതാണ് നമുക്ക് സെക്കൻഡ് സ്റ്റേജ് ചോദിച്ചത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു എന്നാൽ ആദ്യത്തെ കളർ ചിത്രത്തിൻ്റെയും ഞാൻ ഇതേപോലെ എഴുതി ഇതാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഓപ്ഷൻസിൽ നിന്നെങ്കിലും കിട്ടണം എന്നുള്ളത് വെച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടിയ മലയാള ചിത്രം പിറവി. ഇത് കുറേയധികം പേപ്പറുകളിൽ ഷാജിയൻ കരുണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ എന്നുള്ള രീതിയിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പിറവി സിനിമയെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കി വെച്ചോളാം. പിന്നെ പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രം ഷെമീന എന്ന് നമുക്കറിയാം. പക്ഷേ ഇതിന്റെ സംവിധാനം, തിരക്കഥ ഇതൊക്കെ ചോദിക്കും കേട്ടോ. എപ്പോഴും ചോദിക്കാറുള്ളതാണ്. മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ സംവിധാനം രാമു കാര്യമായിട്ടും, തിരക്കഥ SL പുരം സദാനന്ദനുമാണ്. പിന്നെ വെള്ളി മെഡൽ കിട്ടിയ ആദ്യ ചിത്രമാണ് നീലക്കുയിൽ. അതിൻ്റെയും എക്സാക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് തിരക്കഥ. ഐ തിങ്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിലാണെന്ന് തോന്നുന്നു ചോദിച്ചത്. ഈ പറയുന്ന പോലെ നീലക്കുയിലിന്റെ തിരക്കഥാകൃത്ത് ആരാണെന്നോ അങ്ങനെ എന്തോ ഒരു ചോദ്യം ചോദിച്ചതായിട്ട് ഓർമ്മ കേട്ടോ. അപ്പോൾ ഉറൂബാണ്. ഇത് ഞാൻ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് ചെയ്തതാണ്. പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് IFFK. ഓക്കെ, ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള, അന്താരാഷ്ട്ര കേരള രാജ്യാന്തര ചലച്ചിത്രമേള. ഓക്കെ, അതിൽ മികച്ച സിനിമയ്ക്കുള്ള സുവർണ്ണ ചകോരം നേടിയത് ജാപ്പനീസ് ചിത്രമായ 2 Seasons 2 Strangers എന്ന് പറയുന്നതാണ്. സംവിധാനം ഷോ മിയാക്കേടെയാണ്. അപ്പോൾ അതൊന്ന് സ്പെഷ്യലായിട്ട് എടുത്ത് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. 2026. അപ്പോൾ നിങ്ങളൊന്ന് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ജൂറി ചെയർമാനൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ് കേട്ടോ, ജൂറി ചെയർമാൻ ആരാണെന്നുള്ളതൊക്കെ. പിന്നെ ഓസ്കാർ അവാർഡ്സിലെ മികച്ച ചിത്രം, സംവിധായകൻ, നടൻ, നടി, ഇത്രയും ഞാൻ എഴുതിയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ വളരെ കൂടുതൽ ഫാക്ട്സ് ഈ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിലേക്ക് എന്താണ് തലയിൽ കുത്തിക്കയറ്റാൻ ഭാഗത്തിന് ഞാനങ്ങനെ എന്താണ് എഴുതി തയ്യാറാക്കിയിട്ടില്ല, സെറ്റ് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇപ്പോൾ ബെസ്റ്റ് ഇപ്പോൾ ആനിമേഷൻ ഫിലിം ഉണ്ട്, കുറേ അധികം ഉണ്ട് കാറ്റഗറീസ്. നമ്മളിപ്പോൾ ഓരോ അവാർഡുകൾ നോക്കുകയാണെങ്കിലും അപ്പോൾ എല്ലാം കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ജസ്റ്റ് ഒരു നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഓസ്കാർ അവാർഡിൽ മികച്ച ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്നുള്ളതാണ്. പിന്നെ ഞാൻ പത്മ അവാർഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കേരളത്തിൽ നിന്ന് ലഭിച്ചവർക്ക് ഏത് മേഖലയിലാണ് എന്നുള്ളതൊക്കെ സ്പെസിഫിക് ആയിട്ട് നോക്കണം. പിന്നെ മരണാനന്തര ബഹുമതിയായിട്ട് പത്മവിഭൂഷൺ ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, പത്മഭൂഷൺ ആർക്ക് കിട്ടിയിട്ടുണ്ട്, പത്മശ്രീ കേരളത്തിൽ നിന്ന് എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട്, ഇതൊന്നും മനസ്സിലാക്കി വെക്കണം. അപ്പോൾ അത് ഞാൻ പ്രത്യേകം ഇവിടെ നിന്ന് എടുത്തു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും, എന്നിരുന്നാലും ഒന്നും കൂടെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് 3 പേർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ളത്. ആകെ 5 പേർക്കേ പത്മവിഭൂഷൺ കിട്ടിയിട്ടുള്ളൂ. അതിൽ 3 പേർക്കാണ് പത്മവിഭൂഷൺ കിട്ടിയിട്ടുള്ളത്. 2 പേർക്ക് പബ്ലിക് അഫയേഴ്സിൽ നിന്നും, 1 ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷനിൽ നിന്നുമാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മളോട് ഇങ്ങനെ ആർക്ക് കിട്ടിയെന്നല്ല ചോദിക്കാൻ സാധ്യത, പത്മവിഭൂഷൺ കേരളത്തിൽ നിന്ന് എത്ര പേർക്ക് ലഭിച്ചു എണ്ണം ചോദിക്കാം. ഓക്കെ, പിന്നെ എന്താണ് പബ്ലിക് അഫയേഴ്സിൽ നിന്നും എത്ര പേർക്ക് കിട്ടി, അങ്ങനത്തെ രീതിയിലും ചോദിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എക്സാക്റ്റ് ആയിട്ട് ഞാൻ എടുത്ത് പറയുന്നത് എത്ര പേർക്ക് ആകെ പത്മവിഭൂഷൺ ലഭിച്ചു എന്നുള്ളതും. അതിൽ ആർട്ടിനെ മാത്രം എത്ര പേർക്ക് കിട്ടി, 2 പേർക്ക് കിട്ടി. അതിൽ ഒരാൾ പോസ്റ്റമസ്ലി, അതായത് മരണാനന്തര ബഹുമതിയായിട്ടാണ് കിട്ടിയത്, ശ്രീ ധർമ്മേന്ദ്ര സിംഗ് ദിയോളിന്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് കുറച്ചും കൂടി സ്പെസിഫിക് ആക്കി നിങ്ങൾ പഠിക്കേണ്ടത്. കാരണം കുറച്ച് കാലങ്ങളായിട്ട് ഇവർ ഈ പത്മശ്രീ പത്മവിഭൂഷൺ ചോദിക്കുന്നത് ഇങ്ങനത്തെ രീതിയിലാണ്. ഓക്കെ,
പിന്നെ ശ്രീ വി എസ് അച്യുതാനന്ദനും കിട്ടിയിട്ടുണ്ട്. പോസ്റ്റുമസ്ലി തന്നെയാണ് മരണാനന്തര ബഹുമതിയായിട്ട്. ഓക്കെ, അപ്പോൾ 2 പേർക്കാണ് പോസ്റ്റുമസ്ലി പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ പത്മഭൂഷൺ ആകെ 13 പേർക്കാണ് ആക്ച്വലി കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ആകെ 13 പേർക്ക്. അതിൽ മെയിൻലി ഇവിടെ എല്ലാ 13 പേരുടെയും പേര് കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രത്യേകത മമ്മൂട്ടിക്കും ലഭിച്ചു എന്നുള്ളതാണ്. പിന്നെ വിദേശിക്കും ലഭിച്ചിട്ടുണ്ട് പത്മഭൂഷൺ. നിങ്ങൾ നോക്കുകയാണെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്ന് ഡോക്ടർ നോരി ദത്താത്രേയുഡു മെഡിസിൻ്റെ ഭാഗത്ത് നിന്ന്, അതുപോലെ തന്നെ ശ്രീ വിജയ് അമൃതരാജ് സ്പോർട്സിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അപ്പോൾ 2 വിദേശികൾക്കാണ് ആക്ച്വലി പത്മഭൂഷൺ എന്ത് ചെയ്തിട്ടുള്ളത്, ലഭിച്ചിട്ടുള്ളത്. നിങ്ങളത് മനസ്സിലാക്കണം. ചിലപ്പോൾ ചോദിക്കും എത്ര വിദേശികൾക്കാണ് പത്മഭൂഷൺ ലഭിച്ചിട്ടുള്ളത്, ഏത് മേഖലയിൽ. അപ്പോൾ അത് വ്യക്തമായി മനസ്സിലാക്കുക. ഒന്ന് മെഡിസിനും ഒന്ന് സ്പോർട്സും ആണ്. ഓക്കെ, പിന്നെ പത്മശ്രീ അത് പഠിക്കുക ഇമ്പോസിബിൾ ആണ്. 113 പേരുണ്ട്. അപ്പോൾ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത് കേരളത്തിൽ നിന്ന് എത്ര പേർക്ക് കിട്ടി. കേരളത്തിൽ നിന്ന് ലഭിച്ചവരുടെ പേര് ശ്രീ എ മുത്തുനായകം സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ നിന്ന്, അതുപോലെ തന്നെ ആർട്ട് എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്ന് മിസ് കലാമണ്ഡലം വിമല മേനോൻ, പിന്നെ സോഷ്യൽ വർക്ക് മിസ് കൊല്ലക്കൽ ദേവകി അമ്മാജി. ഓക്കെ, അവർക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇത് എഴുതിയിട്ടുണ്ട്. അതുപോലെ കേരള അവാർഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. കേരള അവാർഡ്സ് നമ്മൾ പഠിക്കുമ്പോൾ ലേറ്റസ്റ്റ് കിട്ടിയ ആളെ മാത്രമല്ല, ഇപ്പോൾ ആദ്യം കിട്ടിയവരെയും കൂടെ ഒന്ന് നോക്കി വയ്ക്കുന്നത് നല്ലതാണ്. എസ്പെഷ്യലി കേരള അവാർഡ്സിൽ ഏറ്റവും ഒരു പദവി വൈസ്, അതായത് എന്താ പറയുക, നമ്മൾ ഏറ്റവും ഉയർന്ന കേരള അവാർഡ് എന്ന് പറയുന്നത് കേരള ജ്യോതി അവാർഡാണ്. അപ്പോൾ അത് ആദ്യം ലഭിച്ചത് MT വാസുദേവൻ നായർക്കാണ്. ഇത് പലതവണയായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം ലഭിച്ചത് MT വാസുദേവൻ നായർക്കാണ്. പിന്നെ എന്ത് ചെയ്യും, അതിനോട് കണക്ട് ചെയ്തിട്ട് 2024 MK സാനുമാഷിന് കിട്ടി. 2025 MR രാഘവ വാര്യർക്കാണ് ലഭിച്ചത്. ഇങ്ങനെയൊക്കെയാണ് കണക്ട് ചെയ്ത് ചോദിക്കുക. കാരണം എന്താണ്, കൺഫ്യൂസ് ചെയ്യാൻ പാകത്തിന്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കണം. ഇപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ ലിറ്ററേച്ചറിൻ്റെ നോട്ട്സ് തന്നതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ലിറ്ററേച്ചറിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഈ പറയുന്ന കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആനോ എന്ന് പറയുന്ന കൃതി, നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ ഈ കൃതിയെ കുറിച്ച് വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് 1 ഉണ്ടായിരുന്നു, സ്റ്റേറ്റ്മെൻറ്റ് 2 ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് 3 അവർ സിമ്പിൾ ആയിട്ട് ഇട്ടു. എന്താണെന്നറിയോ, അതിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡാണ് കിട്ടിയത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ എലിമിനേറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നത്. അത് വെച്ചാൽ ഈസി ആയിട്ട് ആൻസർ കിട്ടുമായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പോൾ ഈ കേരള അവാർഡ്സ് പഠിക്കുമ്പോൾ ഫസ്റ്റ് കിട്ടിയ ആളെയും കൂടെ ഒന്ന് നോക്കുക. ടി പത്മനാഭൻ റൈറ്റർക്കും എപ്പോഴാണ് കിട്ടിയത് എന്നുള്ളത് നോക്കി വയ്ക്കുക. 2023 ഓക്കെ, അപ്പോൾ കേരള ജ്യോതി അവാർഡ്സ് 2025 കിട്ടിയത് ആർക്കാണ്. അതുപോലെ കേരള പ്രഭ അവാർഡ്സ് 2 പേർക്ക് ലഭിച്ചു, 2 വിഭാഗത്തിൽ നിന്ന്. ഇതും ചോദിക്കാൻ സാധ്യതകളാണ്. പിന്നെ കേരള ശ്രീ അവാർഡീസ് ഇത്രയും പേരെയാണ് എടുത്തിട്ടുള്ളത്. അതിൽ സ്പോർട്സിൽ നിന്ന് അഭിലാഷ് ടോമിക്കാണ് കേരള ശ്രീ അവാർഡ് കിട്ടിയത്. ഇവരുടെ എല്ലാവരുടെയും എന്ത് ചെയ്യണം, നിങ്ങൾ ഏതൊക്കെ മേഖലയിലാണ് കിട്ടിയത് എന്നുള്ളത് നോക്കണം. അപ്പോൾ ആർട്സ് എന്ന് പറയുന്നത് ഇത് മാത്രമല്ല, ഞാൻ എപ്പോഴും പറയുന്നു ആർട്സ് വലിയൊരു ഏരിയയാണ്. പക്ഷേ കഴിഞ്ഞ 2 സ്റ്റേജിലും ഈ പത്മ അവാർഡ്സ് ഒന്നും തൊടാത്തത് കൊണ്ട് എനിക്കൊരു ഡൗട്ട് ഉണ്ട്, നമ്മളുടെ സ്റ്റേജിൽ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ആർട്സ് ചെയ്യുന്ന അത് കുറച്ചും കൂടെ പിക്ക് ഔട്ട് ചെയ്ത് പറഞ്ഞത്. അതുപോലെ ഓസ്കാർ, പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമായതുകൊണ്ടാണ് ഞാനിവിടെ എടുത്ത് എന്ത് ചെയ്യാത്തത്, കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സും നാഷണൽ ഫിലിം അവാർഡ്സും ഞാൻ വീണ്ടും സ്പെസിഫിക് ആയിട്ട് എടുത്ത് ചെയ്യാത്തതിൻ്റെ കാരണം നിങ്ങൾ ഓൾറെഡി നോക്കി കാണും. കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും അതുപോലെ നാഷണൽ ഫിലിം അവാർഡ്സും. ഓക്കെ, അതിൽ കൂടുതലും കൂടി ഒന്ന് ചോദിക്കാൻ ചാൻസ് എന്താണ്, ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് ആർക്കാണ്, മോഹൻലാലിനാണ്. അതൊരു പ്രൗഡായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട്, അതൊരു മലയാളി ആയതുകൊണ്ടും ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, ചിലപ്പോൾ അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ളത് ചോദിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കണക്ട് ചെയ്ത് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ചോദിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആർട്സിൻ്റെ മേഖലയിൽ നിന്ന് ഞാൻ കുറച്ച് തന്നിരിക്കുന്നതാണ്. കുറച്ചധികം കാര്യങ്ങളുണ്ട് നമുക്ക് ആർട്സിൽ ശരിക്കും നോക്കാനാണെങ്കിൽ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഒരു ലിമിറ്റഡ് ടൈമിൽ നമുക്ക് എല്ലാം കൂടി കണക്ട് ചെയ്ത് കൊണ്ടുവരാമെന്ന് പറയുന്നത് ഇത്ര ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഇപ്പോൾ ഈ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചറിന് 10 മാർക്സാണ്. അപ്പോൾ ഇതെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകും. സ്പോർട്സിലും ലിറ്ററേച്ചറിലും കുറച്ചധികം കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, അതിൻ്റെയൊക്കെ നോട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്തവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചാനൽ മെമ്പർഷിപ്പ് എടുക്കാൻ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് എൻ്റെ ചാനൽ മെമ്പർഷിപ്പ് എടുക്കാം. അതിൽ ഈ പറയുന്ന ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ആർട്സിൻ്റെ ആണെങ്കിലും സ്പോർട്സിൻ്റെ ലിറ്ററേച്ചറിൻ്റെയൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ് കേട്ടോ സോർട്ട് ഔട്ട് ചെയ്തെടുത്തില്ല. ഞാൻ പറഞ്ഞത് നമ്മുടെ പരീക്ഷയ്ക്ക് നമുക്ക് പാസ്സാകാൻ വേണ്ട, നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെയാണ് ഞാൻ കയറ്റിയെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ എക്കണോമിക്സ്, IT, മാത്സിൻ്റെ ഫോർമുല ഷീറ്റ് അതൊക്കെ അതിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഹോട്ട് ടോപ്പിക്സ് ഓൾറെഡി അതിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ ഹോട്ട് ടോപ്പിക്സ് ഒന്നും കൂടെ നിങ്ങളൊന്ന് കവർ ചെയ്ത് പോകുക, കാരണം ഹോട്ട് ടോപ്പിക്സിൽ നിന്ന് എല്ലാത്തിൽ നിന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു 2 സ്റ്റേജിലും. അപ്പോൾ അതൊക്കെ നല്ലവണ്ണം പഠിക്കുക. പിന്നെ ഈ 2 ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് മോഡലായിട്ടുള്ളത്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് കുറച്ചും കൂടെ ഇൻഡെപ്തിൽ നോക്കാം. ആ ഏരിയയിൽ നിന്ന് വന്നാൽ നമുക്ക് മാർക്സ് ഫുള്ള് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കറണ്ട് അഫെയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരിക. അത് ഞാൻ പറ്റുകയാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം കേട്ടോ. കാരണം കറണ്ട് അഫെയർ കുറച്ചുകൂടെ വാസ്റ്റാണ്, പക്ഷേ വളരെ ടഫായിട്ടുള്ള രീതിയിലുള്ള, വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ രീതിയിൽ നിങ്ങൾ കറണ്ട് അഫെയർ അത്രയും നോക്കണമെന്ന് ഞാൻ പറയില്ല. കാരണം 10th പ്രിലിംസ് LDCക്കൊക്കെയാണ് കുറച്ചും കൂടെ വെയിറ്റേജ് കൂടുതലുള്ളത്. ഇതിന് വെയിറ്റേജ് ഇല്ലെന്നല്ല, പക്ഷേ 1 or 2 ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ നോക്കിയിട്ട് അത് സെറ്റ് ചെയ്ത് പറയാം കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.